എന്താ? എന്നോട് ആരോടും അകത്ത് വരാൻ പറഞ്ഞത്? എന്റെ മുഖം എനിക്ക് കാണണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഹാമുക്കെ ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. സാർ, ചന്ദ്രാമയോട് ചോദിക്കും സാർ. 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ, ഭയത്തടി വെട്ടിയിട്ട പോലെ. എന്റെ പൊന്നും കട്ടെ മോളെ, എന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം. എന്തു പറയുന്നു? എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോണൊന്നും കിട്ടുന്നിടം വരെ. നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ. ഓഫീസിൽ പോടാ. പോടാ. അയ്യേ, അയ്യേ, ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ്. അതുകൊണ്ട് എനിക്ക് കേറി പിടിക്കാനും പറ്റിയില്ല. സാരമല്ല, ഇത് തുടച്ചാ പോകും. അയ്യേ, എന്തിനാ കരയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാൻ. ഞാനത് ഹാപ്പി ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ്. എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ല, My name is Alfred. My name is Alfred. എന്താ? ആരാ? ഭൂതം കുറത്തിന്ന് പുറത്ത് ചാടി. ഇത് മറ്റവനാണ് അൽഫി. Yes. How do you know my wife? സാറ് വരണം, സാറ് വരണം. ഞാൻ സാറിനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാറ് ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞാൻ കാര്യം പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ, സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്, നീ കൈകാര്യം ചെയ്ത്. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരെടുത്ത് തലേ വെച്ച് ചെന്നപ്പോ ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീഫ്. I'll call the police. പൊന്നേട്ടാ, പോലീസിനെ വിളിക്കുന്നു. Okay, now explain everything nice to me. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് മാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ? ഇവന് വട്ട. ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു, അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന്ന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. പിടിച്ചോണ്ട് പോടോ ഇവനെ. Please, you take care of my wife. You know my wife. You know my wife. You please take care of her. Take care of her. I get a lot of things from America. She's a very nice girl. I love her very much. I love her. You take care of my wife. I love her very much. I love my wife. കാലത്തിന് ഒരു കോട്ടിട്ട ബട്ടന്റെ കാലുമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷനായി പോകും ഞാനും. കേസിന്റെ വിധി അച്ഛന് അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീല് പറയുന്നത്.
ഞാനിന്നൊരു 1000 രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മണി ഓർഡർ എല്ലാ അക്കൗണ്ട്സും കൂടെ കൂട്ടി കഴിക്കണ്ട മോളെ. ഹലോ, അപ്പുക്കുട്ടൻ സാറുണ്ടോ? അപ്പുക്കുട്ടനോ? ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ്. നിങ്ങളാരാ? എനിക്കുള്ള ഫോണാ ഇതാ. ഏയ്, ഹലോ, അതെ. നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം, എന്നാലേ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അത് ഇത് എപ്പോഴാ ഇത്? സമയം നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ 10 മണിക്ക് വിളിച്ചാൽ മതി. ശരി ശരി, വെക്കട്ടെ. ഓക്കെ. അപ്പുക്കുട്ടൻ എന്നാണോ പേര്? അപ്പുക്കുട്ടൻ എന്നാണോ പേരെന്ന്? ആരുടെ? നിങ്ങളുടെ. അല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും വിശേഷം. പിന്നെ അപ്പുക്കുട്ടന് വന്ന ഫോണ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത്? അപ്പുക്കുട്ടൻ ഒരാളാണ് എന്നെ വിളിച്ചത്. അല്ല, അപ്പുക്കുട്ടനുണ്ടോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. അപ്പുക്കുട്ടനാണ് വിളിക്കുന്നത്, ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എല്ലാ കാര്യവും തലതിരിഞ്ഞേ കേൾക്കൂ. വിട്ടി കൂഷ്പണ്ടോ, എല്ലാത്തിനും ഡൗട്ടാ. ഏതാ ഈ അപ്പുക്കുട്ടൻ? എല്ലാ അപ്പുക്കുട്ടന്മാരെ അറിയാം. അങ്കിളിനെ അറിയാം. അങ്കിൾ എന്റെ ഫ്രണ്ട് അപ്പു. അന്ന് വന്നില്ല അപ്പു, നമ്മുടെ ഇനി വന്ന് എന്റെ ഫ്രണ്ട് അപ്പു. അന്നൊരു മഞ്ഞ കോണ്ടസയിൽ വന്നില്ലേ? മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. മഞ്ഞ അപ്പു അല്ല, മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. അപ്പുക്കുട്ടൻ എന്നാ അവന്റെ പേര്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു ഫോണില്. ആരെ വിളിച്ചെന്നറിയോ? അതറിയില്ല. നാളെ 10 മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു. ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം. അതെ. എവിടെയാണ് അവന്റെ താമസം? ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ്? എന്താ പണി? ഇതൊക്കെ അറിഞ്ഞ അവന്റെ പൂച്ച പ്രത്യേകിക്കാം. അപ്പുക്കുട്ടൻ സാറല്ലേ? ഞാൻ വർഗീസ്. ഇൻസ്പെക്ഷൻ ആള് 11 മണിക്ക് കടയിൽ വരും. ഞാൻ ചർച്ച് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ശരി ശരി. ഇന്റെ 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് 1.25 ലക്ഷം ഉറുപ്പ്യ വണ്ടി എടുത്ത് വേണം. अरे उधर देखो, मोटरसाइकिल लेके जा रहा है, चलो. ആ മോട്ടോർ പോലെ വണ്ടിയിൽ പിടിക്കണം. എല്ലാത്തിനും കുത്തിപ്പൊളി ചോദിച്ചാൽ എനിക്ക് കയറാൻ സ്ഥലമില്ലാതെ സാറില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് 3-4 ആളും വലിയത് വിടുവാന. അതെ, ആ ഇരുമ്പിന്റെ തൊപ്പിയിട്ട് പതിനെ ഇടിച്ചു കൊണ്ടാളാ. ശരി പോ. ഈ കാറിന് വിട്ടുകൂടി. വണ്ടി വരാൻ കൊടുക്കണം. തെണ്ടി ഉള്ളുക്ക പണ്ടാൻ ചാടിച്ചോളി. ശരി എങ്ങോട്ടാണ് വണ്ടി തിരിക്കണേ? ഓൻ അങ്ങോട്ടല്ലേ മോനെ? വണ്ടി നിർത്തുന്നത് ആയില്ല മോനെ. അയ്യോ, കാണുന്നില്ലല്ലോ. അപ്പൊ അപ്പുക്കുട്ടൻ സാറിന്റെ ബൈക്ക് അത് വന്ന് പിന്നെ ഞാൻ എടുത്തോളൂ സാറേ. ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം? इधर का मैनेजर रविंद्र नायर किधर है?
അവിടെ ആരാ? എന്താ? എന്താന്നോ കാണിച്ചു തരാൻ എന്താന്നുള്ളത്? അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാന്ന് വിചാരിച്ചേ. ഏത് കാശ്? ഏത് കാശോ? അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ. മര്യാദക്ക് സംസാരിക്കണം. എന്താ കാക്ക, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ കേൾക്കണോ? ഈ അറാൻ മറന്നവനെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചു. ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി. എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണോ അവിടെ നടക്കുന്നത്? ഒരാൾ വന്നിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്? നീ കായ് മേടിച്ചിട്ട് കാറ് മേടിച്ചോ കാപ്പിക്കൂട് മേടിച്ചോ പുണ്ണാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ പൈസ കട മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക്. അതെ പൈസ തരാൻ അറിയുന്നുണ്ട്, വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകൂ. നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിക്കാണ്. എനിക്ക് പൈസ കിട്ടണോ? കൊറേ നമുക്ക് പൈസ. കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ MD എടുത്ത് പറയൂ. ഏത് തട്ടി? തെണ്ടി അല്ല, MD, മാനേജിംഗ് ഡയറക്ടർ, അതായത് മുതലാളി. എവിടോ അതാ അവിടെ ഉണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസല് തണ്ടക്ക് വരുന്ന എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് 2-1 അറിഞ്ഞിട്ടേ വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാറുന്ന മോനെ അവിടെ കൊല്ലാൻ പറഞ്ഞു MD. പോലെ 644425 തന്നെയാണോ നമ്പർ? അതെ, പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത്. ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട്. റിങ് ചെയ്യുന്നല്ലാതെ ആരും എടുക്കുന്നില്ല. അപ്പോ ഇവിടല്ലേ ചന്ദ്ര താമസിച്ചിരുന്നത്? അല്ല, വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്ക് എടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പറാ ഇത്. അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്. കിട്ടി. UB ചന്ദ്രിക വർമ്മ, നമ്പർ 16, പ്രിൻസ് ടവേഴ്സ്, കോളേജ് റോഡ്. ഹലോ. തടിയുടെ കൂടി മുടി അല്പം ചുരുണ്ടു, പൊക്കം അല്പം കുറഞ്ഞു അല്ലേ? എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. ഒറിജിനൽ ആൽഫിയെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ. എല്ലാരും ഭാര്യയുടെ അടുത്ത് കാത്തിരിപ്പുണ്ട്. തന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവൾ ആരാടോ? അവൾ ആരെയും വരട്ടുന്ന സഹിക്കുന്നതിന്റെ ഒരു അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാടോ? CBI അവളുടെ അമ്മയുടെ നായര്. കോൺഗ്രസ് കേട്ടോ, കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ് നോക്കിക്കോ. ഓ അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസ എന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ, അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം. അതിലിവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ? വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ല കേട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്.